ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ദേവിയുടെ രൂപവർണ്ണനയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിദഗ്നികുണ്ഡത്തിൽ ഉണ്ടായി ദേവന്മാരുടെ കാര്യം സാധിക്കുവാൻ വേണ്ടി ഉദ്ഭവിച്ചു. ഭണ്ഡാസുരനെ വധിച്ചു കൊള്ളാം എന്ന് അവർക്ക് വാക്ക് നൽകി. ദേവി കോടിസൂര്യപ്രകാശത്തോടു കൂടിയാണ് ഉദ്ഭവിച്ചത്. 4 കൈകളോടുകൂടിയാണ് ദേവി ഉണ്ടായത്. ദണ്ഡിനി, മന്ത്രിണി, അശ്വാരൂഢ, സമ്പത്കരി എന്നുള്ള ദേവതകളാണ് ദേവിയുടെ കൈകളുടെ അധിഷ്ഠാതൃ ദേവതകൾ. രാഗമാകുന്ന രാഗസ്വരൂപ പാശവും ക്രോധമാകുന്ന അങ്കുശവും മനോരൂപത്തിലുള്ള ഇക്ഷുകോദണ്ഡവും 5 പുഷ്പബാണങ്ങളുമാണ് ദേവിയുടെ കൈകളിൽ ഉള്ളത്. ഈ സർവപ്രപഞ്ചവും ദേവിയുടെ അധീനത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളും നമ്മുടെ മനസ്സിനെയും നമ്മുടെ കരചരണാദികളെയും ദേവിയെ വന്ദിക്കുന്നതിലും ദേവിയെ സ്തുതിക്കുന്നതിലും നമ്മൾ ചെലവഴിക്കണം. നമ്മൾ അതിനുവേണ്ടി വിനിയോഗിക്കണം. അതുകൊണ്ടേ ജന്മസാഫല്യം ഉണ്ടാവുള്ളൂ എന്നൊക്കെ രാഗസ്വരൂപ പാഷാഢ്യ, ക്രോധാകാര അങ്കുശോജ്വല, മനോരൂപേക്ഷു കോദണ്ഡ, പഞ്ചതന്മാത്ര സായക എന്നുള്ള മന്ത്രങ്ങളെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എങ്ങും നിറഞ്ഞ ഈ ദേവിയുടെ ഈ തൃക്കൈകൾ വർണ്ണിച്ചതിന് ശേഷം ദേവിയുടെ ചൈതന്യം, ദേവിയുടെ പ്രഭ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. നിജാരുണ പ്രഭാപൂര മജ്ജത്ത് ബ്രഹ്മാണ്ഡമണ്ഡല. നിജം എന്ന് വെച്ചാൽ ദേവിയുടെ സ്വന്തമായിട്ടുള്ള അരുണവർണ്ണം കൊണ്ട്, ആ പ്രഭ കൊണ്ട്, ആ പ്രഭാപൂരം കൊണ്ട് മജ്ജത്ത് ബ്രഹ്മാണ്ഡമണ്ഡല, ഈ ബ്രഹ്മാണ്ഡമണ്ഡലങ്ങളൊക്കെ മുങ്ങിയിരിക്കുന്നു. ഈ ബ്രഹ്മാണ്ഡാദികളൊക്കെ ദേവിയുടെ അരുണവർണ്ണം കൊണ്ട് ശോഭിതമായിരിക്കുന്നു. നേരത്തെ പറഞ്ഞു കരുണാകാചിത് അരുണ എന്ന്. അരുണവർണ്ണം നമുക്ക് കാണാവുന്ന ഒരു നിറമാണ്. മധ്യാഹ്ന സൂര്യനെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതേസമയം ഉദിച്ചുയരുന്ന സൂര്യനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ അരുണശോഭയിൽ ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്നു. ദേവിയുടെ കാരുണ്യത്തിൽ പെടാത്ത ഒരു ജീവജാലങ്ങൾ ഈ പ്രപഞ്ചത്തിലില്ല. ഒരു ചെറിയ കീടം മുതൽക്ക് ബ്രഹ്മാവ് പര്യന്തം ദേവിയുടെ കൺവെട്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. മഹാരാജ്ഞിയായിട്ട് ഒരു തമ്പുരാട്ടി എന്ന പോലെ ദേവി തൻ്റെ സാമ്രാജ്യത്തിലുള്ള ഓരോ ജീവജാലങ്ങളെയും നോക്കുന്നു എന്ന് ദേവിയുടെ നിജാരുണ പ്രഭാപൂരം കൊണ്ട് ഈ ബ്രഹ്മാണ്ഡമണ്ഡലങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു എന്ന് അടുത്ത മന്ത്രം സൂചിപ്പിക്കുന്നു. ചമ്പക അശോക പുന്നാഗ സൗഗന്ധിക ലസത്കച്ച എന്നുള്ളതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന അടുത്ത മന്ത്രം. ദേവിയുടെ കേശഭാരം, മുടിയെയാണ് ഇത് വർണ്ണിക്കുന്നത്. ചിദഗ്നികുണ്ഡത്തിൽ ദേവി ആവിർഭവിച്ചു. ആദ്യം എല്ലാവരും കണ്ടത് ദേവിയുടെ മുടിയും കിരീടവുമാണ്. ആദ്യത്തെ മുഖമാണ് ആദ്യം കണ്ടത്. ദേവിയുടെ മന്ത്രങ്ങളെ നമ്മൾ പറയുമ്പോഴും ശ്രീമദ് വാഗ്ഭവകൂടൈക സ്വരൂപ മുഖപങ്കജ, മുഖമാകുന്ന ആ വാഗ്ഭവകൂടത്തെയാണ് നമ്മൾ ആദ്യം വർണ്ണിക്കുന്നത്. അതുപോലെ ലളിതാ സഹസ്രനാമത്തിലും ചമ്പകം, അശോകം, പുന്നാകം, സൗഗന്ധികം എന്നുള്ളൊക്കെ പുഷ്പങ്ങൾ ചൂടിയിട്ടുള്ള ദേവിയുടെ മുടിയെയാണ് ആദ്യം വർണ്ണിക്കുന്നത്. സാധാരണ പുരുഷദേവതകളെയൊക്കെ വിഷ്ണു, പരമേശ്വരൻ എന്നൊക്കെ ഉള്ളവരെ നമ്മൾ കേശാദിപാദമായിട്ടാണ് വർണ്ണിക്കുന്നത്. സ്ത്രീരൂപമാകുന്ന ദേവന്മാരെയൊക്കെ നമ്മൾ തൃപ്പാദം തുടങ്ങിയാണ് ദേവിമാരെയൊക്കെ നമ്മൾ തൃപ്പാദം തുടങ്ങിയാണ് സാധാരണ വർണ്ണിക്കൽ പതിവ്. ദേവിക്ക് സ്ത്രീരൂപമെന്നോ പുരുഷനെന്നോ പറയാൻ സാധിക്കില്ല. സച്ചിദാനന്ദ സ്വരൂപിണിയാണ് ദേവി. അറിവിൻ്റെ സ്വരൂപമാണ് ദേവിയുടെ. സത്യവും
അറിവും ആനന്ദവുമാണ് ദേവിയുടെ സ്വരൂപം. അതുകൊണ്ട് ദേവിയെ സ്ത്രീരൂപമായിട്ടും ധ്യാനിക്കാം, പുരുഷരൂപത്തിലും ധ്യാനിക്കാം. സച്ചിദാനന്ദ വിഗ്രഹയായ ദേവിയെ തത് എന്നുള്ള നപുംസക ലിംഗം പ്രയോഗങ്ങളും നമുക്ക് കാണാം. സ്ത്രീരൂപം ധ്യായേത് ദേവീം പുംരൂപം വാപി ചിന്തയേത് അഥവാ നിഷ്കളം ദേവീം സച്ചിദാനന്ദ വിഗ്രഹ. നിഷ്കളമായിട്ട് നിരാകാര രൂപിണിയായിട്ട് ദേവിയെ ധ്യാനിക്കാം. അതുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമൊന്നുമില്ല. ധർമ്മി എന്നുള്ള സ്വരൂപമായിട്ടുള്ള പരമേശ്വരൻ നിഷ്കള രൂപത്തിൽ ഇരുന്നു. അതിൻ്റെ ധർമ്മമായ, എങ്ങനെയാണോ സൂര്യൻ ധർമ്മി എന്ന് വെച്ചാൽ സൂര്യൻ്റെ താപം അതിൻ്റെ ധർമ്മമാണ്. അതിൻ്റെ ധർമ്മം രണ്ട് രൂപമെടുത്തു. പുരുഷരൂപമായിട്ട് മഹാവിഷ്ണുവായിട്ടും സ്ത്രീ രൂപമായിട്ട് ദേവിയായിട്ടും പരമാത്മാവിൻ്റെ ധർമ്മം രൂപം കൊണ്ടു. ധർമ്മി പരമേശ്വരനായിട്ട് നിഷ്കള രൂപത്തിൽ ഇരുന്നു. ഈ ധർമ്മവും ധർമ്മിയും അഭിന്ന ശക്തികളാണ്. എങ്ങനെയാണോ അഗ്നിയും അതിൻ്റെ താപവും വേർപെടുത്താൻ സാധിക്കാത്തത്, എങ്ങനെയാണോ സൂര്യനെയും അതിൻ്റെ പ്രകാശത്തെയും വേർപെടുത്താൻ സാധിക്കാത്തത്, അതുപോലെ ഈ ധർമ്മിയായ പരമേശ്വരനെയും ധർമ്മമായ പാർവതി മഹാവിഷ്ണുവിനെയും വേർപെടുത്താൻ സാധിക്കില്ല. ഈ മൂന്ന് പേരും ഒരേ ശക്തിയാണ് എന്നൊക്കെ നമ്മൾ പറയും, ശാസ്ത്രങ്ങൾ പറയും. ഈ ദേവിയുടെ കേശഭാരത്തെയാണ് ആദ്യത്തെ മന്ത്രം, കേശാദിപാദാന്ത വർണ്ണന. അതായത് ഞാൻ പറഞ്ഞു വന്നത്, ദേവിയെ സ്ത്രീരൂപമായതുകൊണ്ട് പാദാദികേശമല്ലേ വർണ്ണിക്കേണ്ടത് എന്ന് നമ്മൾ വിചാരിക്കാം. ഇവിടെ കേശാദിപാദ വർണ്ണനയാണ് ലളിതാ സഹസ്രനാമത്തിൽ കാണപ്പെടുന്നത്. അതിന് കാരണമാണ് ദേവി സ്ത്രീയോ പുരുഷനോ അല്ല, സച്ചിദാനന്ദ വിഗ്രഹയാണ് ദേവി എന്നുള്ളതാണ് അതിന് കാരണം. അങ്ങനെ ചമ്പകം, അശോകം, പുന്നാകം, സൗഗന്ധികം ഇതൊക്കെ ചൂടിയിട്ടുള്ള കേശഭാരമാണ് ഇവിടെ വർണ്ണിക്കപ്പെടുന്നത്. ഉത്തമമായ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൻ്റെ നാമങ്ങളുടെ വിശദീകരണമാണ് നമ്മളിപ്പോൾ കേട്ടുവരുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ശ്രവിക്കാം.